ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആര്യ. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് 7 മാസം പ്രായമായ കുട്ടിക്കുള്ളൊരു കുഞ്ഞു ഫ്രോക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തുണിയെ 4 വേണം മടക്കിയിടാൻ. ഞാനിവിടെ 2 ഫോൾഡായിട്ടാണ് മടക്കിയിട്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് അളവെടുത്തതിന് ശേഷം 2 പോർഷനായിട്ട് അത് വെട്ടിയെടുക്കേണ്ടി വന്നു. 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയുമാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി ആദ്യത്തെ പോർഷൻ വെട്ടിയെടുത്തത്. അപ്പം എൻ്റെ ചാനൽ കാണുന്ന, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണ്. 10 ഇഞ്ച് നീളത്തിലും 10 ഇഞ്ച് വീതിയിലും നമ്മൾ അടയാളപ്പെടുത്തി വരച്ചു കൊടുക്കുക. തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് ഞാൻ ഈ അളവെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളതിനെ കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം തുണിയുടെ മുകളിൽ വച്ചിട്ട്, ഈ പോർഷനെ തന്നെ തുണിയുടെ മുകളിൽ വെച്ചിട്ട് ഈ അളവിൽ തന്നെ ഒരു തുണിയും കൂടി കട്ട് ചെയ്തെടുത്തു. 2 ഫോൾഡായിട്ട് ഇട്ടതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 4 ഫോൾഡായിട്ട് തന്നെ തുണി മടക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം രണ്ടാമത്തെ പോർഷനും ഞാൻ കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ എനിക്ക് 4 ഫോൾഡ് തുണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. 2 മടക്കുള്ള 2 മടക്കായിട്ടിട്ട് ഉള്ള 4 ഫോൾഡ് തുണി. അപ്പോൾ 2 പീസ് തുണിയാണ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മൾ വെട്ടുമ്പോഴത്തേക്ക് രണ്ടും 2 രീതിയിലായി പോവും. അതുകൊണ്ടാണ് ഇനി കഴുത്തും ആം ഹോളും ഒക്കെ നമ്മൾ വെട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇഞ്ച് വീതിയിലാണ് കഴുത്ത് വെട്ടുന്നത്. അടയാളപ്പെടുത്തി കൊടുത്തു. പിന്നെ 3 ഇഞ്ച് നീളത്തിലും അടയാളപ്പെടുത്തി ഒരു കർവ് വരച്ച് ഞാനതിനെ വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. ബാക്കും ഫ്രണ്ടും ഞാൻ ഒരുപോലെയാണ് വെട്ടുന്നത്. ഞാൻ ഫ്രണ്ടിൽ ഒരു ബീഡിങ്ങും ബാക്കിൽ ഹുക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കഴുത്ത് വെട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി 3 ഇഞ്ച് അളവിൽ ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തി അവിടെ നിന്ന് താഴോട്ട് 4.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആം ഹോള് ഞാൻ ആദ്യം 4 ഇഞ്ച് കൊടുത്തു, പിന്നീട് 4.5 ആക്കിയതെന്ന് വെച്ചാൽ കുഞ്ഞായതുകൊണ്ട് കൈക്കുഴിയൊന്നും പിടിക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തത്. അപ്പോൾ അതിനെയും വെട്ടിയെടുത്തു. അപ്പോൾ 2 പോർഷൻ തുണിയും നമുക്ക് ഒരുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ 2 പോർഷനും നമ്മൾ ചെയ്തിട്ടുണ്ട്, വെട്ടിയെടുത്ത് ചെയ്തിട്ടുണ്ട്. 2ഉമായി. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് താഴത്തെ പോർഷൻ, അതായത് പാവാടയുടെ പോർഷൻ, ഫ്രോക്കിൻ്റെ താഴത്തെ പോർഷൻ. അപ്പോൾ അതിനെ തന്നെ ഞാൻ 2 ഭാഗമായിട്ടാണ് വെട്ടുന്നത്. ആദ്യം മുകളിലത്തെ ഭാഗം ഞാൻ 7 ഇഞ്ച് അടയാളപ്പെടുത്തി മുറിച്ചെടുക്കും. പിന്നീട് താഴെ വേറൊരു ഫ്രില്ല് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അത് ഞാൻ വേറെയാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ 7 ഇഞ്ച് ഞാൻ അങ്ങോട്ട് അടയാളപ്പെടുത്തി നീളത്തിൽ വെട്ടിയെടുത്തു. നമ്മുടെ അരവണ്ണത്തിൻ്റെ ഇരട്ടി തുണി നമുക്ക് ഇതിനാവശ്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ക്രോസ് തുണി എടുത്തിട്ട് 3-4 പാർട്ടായിട്ട് വെട്ടിക്കൊടുക്കുന്നു. ഇത് കൈ നമുക്ക് അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം കൈ ഞാൻ പുറത്തുനിന്ന് അകത്തോട്ട് അടിച്ച് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്തത്. നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തും ചെയ്യാം. ഞാനിവിടെ ക്രോസ് തുണി വെച്ചാണ് ചെയ്തത്. കഴുത്തിൽ ഞാനിങ്ങനെ ചെയ്യുന്നില്ല, ലൈനിങ്ങാണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലൈനിങ്ങും നമ്മൾ വെട്ടിയെടുത്തു. പാവാടയ്ക്ക് വേണ്ട ലൈനിങ്ങും നമ്മൾ വെട്ടിയെടുത്തു. അതിനുശേഷം നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്കാണ് കടക്കാൻ പോകുന്നത്. താഴത്തെ പോർഷനും കൂടി വെട്ടിയെടുത്തതിന് ശേഷമാണ് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കുന്നത്. അപ്പോൾ താഴത്തെ പോർഷനിൽ ഫ്രില്ല് കൊടുക്കാനുള്ള കരഭാഗമാണ് വെട്ടിയത്. പിന്നീട് ഞാൻ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് അതിൽ ബീഡിങ് വയ്ക്കാൻ വേണ്ടിയിട്ട് ആ കര തന്നെ വെട്ടിയെടുത്തിട്ട് തിരിച്ചിട്ടൊന്ന് അടിച്ചിട്ട് അതിനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് നീളത്തിലുള്ളൊരു ബീഡിങ് കിട്ടും. അപ്പോൾ ആ ബീഡിങ്ങിനെ നമ്മൾ നല്ലതുപോലെ നിവർത്തി വച്ച് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ
കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടും. എന്നിട്ട് നമ്മൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട് പോർഷനിൽ സെൻറ്ററിൽ തന്നെ നമ്മളത് ചെയ്ത് കൊടുക്കണം. ചരിയാനും വളയാനും ഒന്നും പാടില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സെൻറ്റർ ഭാഗം പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, തെറ്റിപ്പോവാതിരിക്കാനായിട്ട്. എന്നിട്ട് നമ്മളതിനെ നിവർത്തി വെച്ചിട്ട് ആ ബീഡിങ് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് നേരെ തന്നെ നമ്മൾ അടിക്കണം. എന്നിട്ട് രണ്ട് ഭാഗവും നമ്മളിതുപോലെ സ്റ്റിച്ച് നേരെ തന്നെ അടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ട് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നീട് ഞാൻ കഴുത്താണ് ഞാൻ അടിക്കുന്നത്. 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ കഴുത്തിൻ്റെ ആ റൗണ്ട് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് മുകളിലത്തെ ഭാഗം വെട്ടിക്കളയുക, ലൈനിങ്ങിൻ്റെ ഭാഗം. എന്നിട്ട് കറക്കി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. തിരിച്ചിടുമ്പോൾ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളതിനെ തിരിച്ചിടണം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, സ്റ്റിച്ചൊന്നും പൊട്ടിപ്പോകാൻ പാടില്ല. എന്നിട്ട് രണ്ട് പോർഷനും നമ്മൾ ഫ്രണ്ടും ബാക്കും അങ്ങനെ കട്ട് ചെയ്തെടുത്ത് തിരിച്ചിടണം. എന്നിട്ട് നമ്മളിനി ഷോൾഡറാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. നല്ലതുപോലെ ഷോൾഡർ നമ്മൾ വച്ച് കൊടുത്ത് 4 തുണിയും തയ്ക്കത്തക്ക രീതിയിൽ വേണം ലൈനിങ്ങും മറ്റ് 2 തുണികളും തയ്ക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. എന്നിട്ട് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ബാക്കിലത്തെ കഴുത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പുറകിലത്തെ സെൻറ്റർ ഭാഗം പിടിച്ചിട്ട് അവിടെ ചെറിയ വെട്ട് കൊടുക്കുക. അതിനുശേഷം 2 പോർഷൻ തുണി എടുത്തിട്ട് ഇതുപോലെ 2ആയിട്ട് മടക്കി അവിടെ അടിച്ചു കൊടുക്കുക. 2 ഭാഗത്തും ചെയ്യണം. എന്നിട്ട് അത് ചെറുതായിട്ട് കുതച്ച് കൊടുക്കുക. ബാക്കിയുള്ള തുണിയെല്ലാം വെട്ടി അത് പെർഫെക്റ്റാക്കി നമ്മൾ തിരിച്ചിടുമ്പോൾ നല്ലൊരു ഹുക്ക് വയ്ക്കാനുള്ള സ്പേസ് നമുക്കവിടെ കിട്ടും. അപ്പോൾ അത് നമ്മൾ നല്ലതുപോലെ വൃത്തിയാക്കി വെട്ടി നല്ലതുപോലെ ആക്കിയതിന് ശേഷം അതിനെ തിരിച്ചിട്ട് ഒരു ഭാഗത്ത് ഹുക്കും മറ്റേ ഭാഗത്ത് ഐയും വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ അടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഹുക്കും ഐയും ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് താഴത്തെ പോർഷൻ മുകളിലത്തെ പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ ഞുറിവ് എടുത്തിട്ടാണ്, നല്ല രീതിയിൽ ഞുറിവ് കയറ്റി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലൈനിങ് ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുത്തിരുന്നു. അതിനുശേഷം ഒന്നിച്ചാണ് ഇത് ചെയ്തത്, ഞുറിവെല്ലാം എടുത്തത്. അതിനുശേഷം ആ പ്ലീറ്റെല്ലാം നല്ലതുപോലെ തേച്ച് കൊടുത്ത് മുകളിലത്തെ പോർഷനും താഴത്തെ പോർഷനും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ കൊടുക്കണം. അപ്പം അതായിരിക്കും കുറച്ച് പെർഫെക്ഷനിൽ നമുക്ക് കിട്ടുന്നത്. ഉടുപ്പിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്കധികം പെർഫെക്ഷൻ കിട്ടാൻ സാധ്യതയില്ല. ഞുറിവ് എടുക്കുമ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞുറിവിന് നല്ല പെർഫെക്ഷൻ കിട്ടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. എന്നിട്ട് മുകൾ ഭാഗത്തൊന്ന് പതിച്ചിട്ട് അടിച്ചു കൊടുക്കുക, പതിച്ചടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ചുളിവും മടക്കും ഒന്നും വരത്തില്ല. നല്ല രീതിയിൽ നിവർന്ന് തന്നെ നമ്മുടെ ഫ്രോക്ക് കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. കണ്ടില്ലേ ഞുറിവൊക്കെ? അപ്പോൾ ഇതാണ് ഫ്രണ്ടും ബാക്കും ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഏറ്റവും അടിയിലായിട്ട് കരയുടെ ഭാഗം വെട്ടിയെടുത്തിട്ട് നമ്മൾ ഫ്രില്ല് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ചെയ്തത്. ബാക്കും ഫ്രണ്ടും ജോയിൻ ചെയ്യുന്ന ഭാഗമാണിത്. നല്ലതുപോലെ നമ്മൾ 2 ഭാഗവും ജോയിൻ ചെയ്യുക. നമ്മളിതിന് വള്ളി കൊടുത്തിട്ടില്ല. കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് വള്ളി വേണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പുറകിൽ വള്ളി കൊടുക്കാത്തത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.